നാട്ടുകാർക്കിടയിലൂടെ തന്നെ വേണം വീണ്ടും പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിലേക്ക് വീണ്ടും അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിവരങ്ങൾ അശ്വിൻ. ആർത്തലച്ച് പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെ ചെറുത്തു നിൽക്കാൻ പോലീസ് വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് കാണാവുന്നതാണ്, നാട്ടുകാർ ഈ പ്രതിയുടെ നേരെ അലറി വിളിച്ചുകൊണ്ടെത്തുകയാണ്. എന്തായാലും പോലീസ് അതിൽ നിന്നും പ്രതിയെ രക്ഷിക്കാൻ വലിയ പാടുപെടുന്നുമുണ്ട്. നൂറുകണക്കിന് പോലീസിൻ്റെ ഒത്ത നടുക്കായാണ് സുരക്ഷിതമായി ഈ പ്രതിയെ പോലീസ് കൊണ്ടുപോകുന്നത്. എന്നിട്ടും അടിക്കാനുള്ള പ്രതിക്ക് നേരെ കയ്യേറ്റ് നടത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നു. പോലീസിന്റെ നടുവിലൂടെ പ്രതിയെ ഇപ്പോൾ ഇതാ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. വലിയ രോഷം ഇപ്പോഴും ഉടരുകയാണ്. കല്ലുകളൊക്കെ ഈ പോലീസ് വാഹനത്തിന് നേരേക്ക് നാട്ടുകാർ എറിയുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളത് തെളിവെടുപ്പ് പൂർത്തിയായി. എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം പോലീസിനോട് കൃത്യമായി തന്നെ ഈ പ്രതി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഈ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിഷേധമാണ് ഇവിടെ നിന്ന് ഈ പ്രതിയുമായി പോകുമ്പോൾ ഉണ്ടാകുന്നത്. ആ പോലീസ് വാഹനത്തിന് പിന്നാലെ നാട്ടുകാരും വലിയ പ്രതിഷേധവുമായി രോഷവുമായി ഓടുന്നത് നമുക്ക് കാണാം. നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള പ്രതിഷേധം അയാളുടെ ഭാഗത്തുനിന്ന് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വാഹനത്തെ പ്രതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. പോലീസ് നടപടിക്കെതിരെ ഈ പോലീസ് നാട്ടുകാരെ തടഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ആ നാട്ടുകാരെ തടഞ്ഞതിനെതിരെയുള്ള പോലീസുമായുള്ള ഒരു തർക്കമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൂറുകണക്കിന് ആളുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം വലിയൊരു തർക്കമാണ് പോലീസുമായി ഉണ്ടായത്. ആ പോലീസിൻ്റെ നടപടിയെ നാട്ടുകാർ വലിയ തോതിൽ എതിർക്കുന്നുണ്ട്. സുരക്ഷിതമായി പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ തീരുമാനത്തിനെതിരെയാണ് നാട്ടുകാരുടെ വലിയ രോഷമുണ്ടാകുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധമാണ് അത്. പക്ഷേ ഈ പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട്. ഈ ജനങ്ങളെ വകഞ്ഞു മാറ്റി തന്നെയാണ് ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങിയിട്ടുള്ളത്. എന്തായാലും അവിടെ വെച്ച് ഇയാൾ പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇതുവരെ കേട്ടതിനും അപ്പുറമാണ്. ഈ കുട്ടി ആദ്യം മരിച്ചുവെന്ന് കരുതി ഇവിടെ ചവിട്ടി താഴ്ത്തി, പിന്നീടും ആ കുട്ടി ഉയർന്നു വന്നപ്പോൾ രണ്ടാമത് വീണ്ടും ചവിട്ടി താഴ്ത്തി എന്നുള്ളത് അല്പസമയം മുമ്പ് അവിടെ വെച്ച് തന്നെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ക്രൂരമായൊരു സംഭവമാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് ഇന്നലെ നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്. എന്തായാലും അതൊക്കെ കേട്ടതിന് ശേഷം തന്നെയാണ് ആളുകളുടെ പ്രതിഷേധം രൂക്ഷമായി ഉണ്ടാകുന്നത്. ഞാൻ പറയണമെന്നില്ല, എനിക്കും കൊണ്ടൊരു കുഞ്ച് ചേട്ടാ. ഞാൻ പറയാം 7 മണിക്ക് ഞങ്ങൾക്കൊരു പ്രതിഷേധം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പാടത്ത് 9 മണി വരെ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഈ പാടത്തിന്റെ പക്കത്തും SI സുരേഷ് സാറടക്കം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഈ പാടത്തും പറമ്പിലും നടന്നവരുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾ അവിടെ അന്വേഷിച്ച് ലാസ്റ്റില് പോലീസ് നോക്കണേ. റിജിത്ത്, എന്തായാലും ആ പ്രതിഷേധമൊക്കെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ ഈ പ്രതിയുമായി സംഘം ഇവിടെ നിന്ന് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. എന്തായാലും ആ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് നാട്ടുകാരുടെ ഒരു അണപൊട്ടി ഒഴുകുന്ന രോഷം, അവരുടെ സങ്കടമൊക്കെയാണ് പ്രതിഷേധമായി നമ്മളിവിടെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതാണ് ഈ 6 വയസ്സുകാരൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പെല്ലാം പൂർത്തിയാക്കി പോയ സാഹചര്യത്തിലും നാട്ടുകാരുടെ പ്രതിഷേധം, അവരുടെ സങ്കടം, അവരുടെ അമർഷമൊന്നും കുറയുന്നില്ല. അതങ്ങനെ കുറയുന്നതുമല്ല. എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത് കൂടുതൽ വ്യക്തമായി പ്രതി തന്നെ പോലീസിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. അത് അല്പം അല്ലെങ്കിൽ നമുക്ക് കേട്ടിരിക്കാൻ കഴിയുന്നതിനപ്പുറം ഈ ഒരു 6 വയസ്സുകാരനോട് എന്താണ് ഇയാൾ കാട്ടിയത് എന്നുള്ളത് ഒരു കൂസലുമില്ലാതെ, ഒരു ഭാവവ്യത്യാസവുമില്ലാതെ പ്രതി പറയുന്നതാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതിൽ നിന്നും ഈ കുട്ടി കുതറി മാറി. അതിനോടകം തന്നെ ഈ ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിട്ടു, കഴുത്തിൽ ചവിട്ടി 2 തവണ അതിലേക്ക് പൂഴ്ത്തി വെച്ചു. മരിച്ചു എന്ന് ഉറപ്പാക്കി പോകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വീണ്ടും ഉയർന്നു വന്നു. അപ്പോൾ തന്നെ വീണ്ടും ചവിട്ടി താഴേക്ക് വിട്ടു. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി ജോജോയുമായുള്ള തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ ജനരോഷം അത് സ്വാഭാവികവുമാണ്. അവർക്ക് ആ വാർത്തയുടെ, ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിൻ്റെ വേദനയൊന്നും വിട്ടുമാറിയിട്ടില്ല. അതിനിടയിലാണ് ഇങ്ങനെ പ്രതിയുമായി തെളിവെടുപ്പുണ്ടാകുന്നത്. പ്രതിക്ക് നേരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രതിക്ക് നേരെ കല്ലുകൾ അവർ വലിച്ചെറിയുന്നു. ഇപ്പോൾ കനത്ത സുരക്ഷയിൽ പ്രതി അവിടെ നിന്ന് തെളിവെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്.